യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്ന ആ ഒരു വിശ്വാസ സത്യമാണ് ഞാൻ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും വിശ്വസിക്കുന്നു എന്ന്. സഭയിലുള്ള വിശ്വാസം നാം ഏറ്റുപറയുന്നുണ്ട്. ആ വിശ്വാസം യഥാർത്ഥത്തിൽ നാം ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ്. ചരിത്രത്തിൽ സഭ കടന്നുപോയ വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, യേശുക്രിസ്തുവിൻ്റെ ശരീരം തന്നെയാണ് സഭ. എഫേസ്യക്കാർ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, സഭ അവൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. ഉദ്ധാന ദിവസം മഗ്ദലന മറിയമാണ് പുലർച്ചയ്ക്ക് യേശുവിൻ്റെ കബറിങ്കൽ എത്തിയത്. വെള്ളിയാഴ്ച സന്ധ്യ മയങ്ങുമ്പോഴാണ് ശാബത്ത് ആരംഭിക്കുന്ന ആദ്യ മുഹൂർത്തത്തിലാണ് മഗ്ദലന കബറിടം വിട്ടുപോയത്. ശാബത്ത് അവസാനിക്കുന്ന മുഹൂർത്തത്തിൽ മഗ്ദലന കബറിങ്കലെത്തുകയും ചെയ്തു. യേശുക്രിസ്തുവിനോടുള്ള വലിയ സ്നേഹമാണ് മഗ്ദലനയെ കബറിങ്കിലേക്ക് ആകർഷിച്ചത്. സുഗന്ധദ്രവ്യങ്ങൾ പൂശി തൻ്റെ സ്നേഹവും തൻ്റെ ബന്ധവും വെളിപ്പെടുത്താനാണ്, പ്രകടമാക്കാനാണ് മഗ്ദലന കബറിങ്കലെത്തിയത്. എന്നാൽ കബറിടം തുറന്നു കിടക്കുന്നു. അവൾ ഭയത്തോടും ജിജ്ഞാസയോടും കൂടി കബറിടത്തിൽ നിന്ന് ഓടിയത് ശിഷ്യന്മാരുടെ അടുത്തേക്കാണ്. വിവരമറിഞ്ഞ ശിഷ്യന്മാരിൽ പത്രോസും യോഹന്നാനും കബറിങ്കലേക്ക് ഓടി. യോഹന്നാൻ ആദ്യം കബറിങ്കൽ എത്തിയെങ്കിലും പത്രോസ് വരുന്നതുവരെ കാത്തുനിന്നു. പത്രോസും യോഹന്നാനും കബർ പരിശോധന നടത്തി. അവർ യേശുവിനെ കണ്ടില്ല, യേശുവിൻ്റെ ശരീരം കണ്ടില്ല. പക്ഷെ അവർ വിശ്വസിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. തലയ്ക്കലും കാൽക്കലും മടക്കി വച്ചിരിക്കുന്ന തുണിക്കഷണം മാത്രമാണ് അവർ കണ്ടത്. അവർ മടങ്ങിപ്പോയതിനു ശേഷവും മഗ്ദലന കബറിങ്കൽ തന്നെ നിന്നു. അവൾ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കുനിഞ്ഞ് കബറിങ്കിലേക്ക് നോക്കിയപ്പോൾ അവിടെ ദൈവദൂതന്മാരെ കണ്ടു. ദൈവദൂതന്മാരുള്ളിടത്ത് ദൈവ സാന്നിധ്യമുണ്ട്. അവൾ തൻ്റെ കൺമുൻപിൽ യേശുവിനെ കാണാൻ സാധിക്കാതെ വന്നപ്പോൾ അവൾ പിന്തിരിഞ്ഞു നോക്കി. പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ തോട്ടക്കാരന് തോന്നിക്കുന്ന ഒരുവൻ നിൽക്കുന്നത് കണ്ടു.
തോട്ടക്കാരനെന്ന് കരുതി അവൾ സംസാരിച്ചു തുടങ്ങി. യേശുവിൻ്റെ ശരീരം എവിടെ കൊണ്ടുവച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു. അവസാനം യേശു അവളെ വിളിച്ചു മറിയം എന്ന്. യേശുവിൻ്റെ സ്വരം അവൾക്ക് പരിചിതമായിരുന്നു. അതുകൊണ്ട് തന്നെ മഗ്ദലേനയ്ക്ക് യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചു. ഇപ്പോൾ മഗ്ദലേന തൻ്റെ പഴയ പരിചയഭാവം പുലർത്തിക്കൊണ്ട് തന്നെ, ആ പരിചയം പുലർത്തിക്കൊണ്ട് തന്നെ യേശുവുമായി ഇടപെടാൻ തുടങ്ങുമ്പോഴാണ് യേശു പറയുന്നത്, നീ എന്നെ തുടരുത്, നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് പോയി, എൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് പോയി വിവരം അറിയിക്കണം എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഉദ്ധിതനായ യേശുവിനെ അറിയാനുള്ള മാർഗം അപ്പോസ്തോലിക കൂട്ടായ്മയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അവരിലൂടെ രൂപം പ്രാപിക്കുന്ന സഭയിൽ യേശു ജീവിക്കുന്നു. ഒരർത്ഥത്തിൽ ഉദ്ധിതനായ യേശു രൂപാന്തരപ്പെട്ടതാണ് സഭ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാവൂള് സഭയെ പീഡിപ്പിച്ചു. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, 1 മുതലുള്ള വാക്യങ്ങളിൽ. അവിടെ സാവൂളിനുണ്ടായ അനുഭവം, സാവൂളിനോട് യേശു ചോദിക്കുന്ന ചോദ്യം, നീ എന്നെയാണ് പീഡിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ശിഷ്യന്മാരെ പീഡിപ്പിക്കുക, തന്നിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിക്കുക എന്നാൽ, സഭയെ പീഡിപ്പിക്കുക എന്നാൽ തന്നെ തന്നെയാണ് പീഡിപ്പിക്കുന്നത് എന്ന് യേശു അവിടെ പ്രഖ്യാപിക്കുകയാണ്. കൊരിന്തോസുകാർക്ക് ലേഖനം 12-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. അപ്പോൾ 12-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായി തീരും. അതുപോലെ തന്നെ ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. അപ്പോൾ അവിടെ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യുവാൻ എല്ലാവർക്കും സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത്, ഒരവയവവും വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു. ഒരവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും സന്തോഷിക്കുന്നു. സഭയിലെ അവയവങ്ങളാണ്, സഭാശരീരത്തിലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഈ അവയവങ്ങൾ പരസ്പരം ശക്തിപ്പെടുത്തുകയാണ്. കണ്ണിൻ്റെ ആവശ്യങ്ങൾ കരം നിറവേറ്റി കൊടുക്കുന്നു. വിവിധ അവയവങ്ങൾ പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് നാം എന്നുള്ള ആ ഒരു ബോധ്യം നമ്മൾ എത്രമാത്രം അഭിമാനബോധമുണ്ടാക്കും, നമ്മൾ എത്രമാത്രം ദൗത്യബോധമുണ്ടാക്കും. സഭ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന യേശുക്രിസ്തു തന്നെയാണ്.
ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഈ സഭയെ പറ്റിയുള്ള അറിവ് കൊണ്ട് മാത്രം മതിയാവുകയില്ല. അമ്മയെ നാം അറിയുന്നു എന്നുള്ളത് മാത്രം മതിയാവില്ല. നമ്മുടെ അമ്മയ്ക്ക് പല കുറവുകളുണ്ടാവാം. പക്ഷേ ആ പരിമിതികളോടുകൂടി, കുറവുകളോടുകൂടി അമ്മയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം മുഴുവനും അമ്മയോടുള്ള സ്നേഹത്താൽ നിറയുക. അപ്പോൾ സഭാവിജ്ഞാനീയം, സഭയെപ്പറ്റിയുള്ള ഗൗരവപൂർവമായ പഠനങ്ങൾ കൊണ്ട് മതിയാവില്ല. മറിച്ച് സഭയെ ഹൃദയപൂർവ്വം സ്നേഹിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കോരോരുത്തർക്കുമുണ്ട്. ഈശോയുടെ ആദ്യ വരവിനായി ഇസ്രായേൽ ജനം കാത്തിരുന്നത് പോലെ രണ്ടാം വരവിനായി കാത്തിരിക്കേണ്ട പുതിയ ഇസ്രായേലാണ് തിരുസഭ എന്ന്. അപ്പോൾ സഭയുടെ ദൗത്യവും അത്രമാത്രം ഗൗരവപൂർവമായിട്ടുള്ളതാണ് എന്ന് നാം ഓർമ്മിക്കണം. സഭാ ചരിത്രത്തിലേക്ക് നാം കടന്നു നോക്കുമ്പോൾ സഭയുടെ കൂദാശ കർമ്മം നിർവഹിക്കപ്പെട്ടത് പെന്തിക്കൊസ്തി ദിനത്തിലാണെന്ന് നമുക്കറിയാം. 120 പേരിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവിടെ രൂപപ്പെട്ട സഭാസമൂഹം ഈ നൂറ്റാണ്ടുകളിലൂടെ പിന്നിട്ടാണ് ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. യേശുക്രിസ്തു 33.5 വർഷം ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു. പീഡയേൽക്കുകയും യേശുക്രിസ്തു മരിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയും അന്നു മുതൽ ഇന്നുവരെ യേശുക്രിസ്തു അനുഭവിച്ച അതേ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭ, ആ സഭാസമൂഹത്തിന് ആദ്യ നൂറ്റാണ്ടിലുണ്ടായ അനുഭവങ്ങൾ നമുക്കറിയാം. ശിഷ്യന്മാരെല്ലാവരും രക്തസാക്ഷികളായി തീർന്നു. ഒരുപക്ഷേ യോഹന്നാൻ ശ്ലീഹായെ സംബന്ധിച്ച്, യോഹന്നാൻ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാവാം. എണ്ണയിലിട്ട് വറുത്തു കൊല്ലാൻ ശ്രമിച്ചതാണ്. എന്നാൽ അതിനുശേഷം മരിക്കാതിരുന്നപ്പോഴാണ് പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തിയത്. അവിടെയും രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവം തന്നെയായിരുന്നു. ഒറ്റപ്പെടലിൻ്റെ തീവ്രമായ അനുഭവം. ആ അനുഭവത്തിൽ യോഹന്നാൻ ശ്ലീഹ തുറക്കപ്പെട്ട സ്വർഗം കണ്ടു. രക്തസാക്ഷികൾക്കെല്ലാം ഉണ്ടായ അനുഭവം ഇതുതന്നെയാണ്. അവരുടെ പീഡാനുഭവങ്ങളിൽ അവരുറ്റുനോക്കിയത് സ്വർഗത്തിലേക്കാണ്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് സഭ രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. കാലാകാലങ്ങളിൽ എപ്പോഴും സഭയ്ക്ക് അംഗീകാരവും ഈ ലോകത്തിൻ്റെ മഹത്വവും ലഭിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. AD 313 സഭയ്ക്ക് ഔദ്യോഗികമായി കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി അംഗീകാരം നൽകുന്നതുവരെ പീഡാനുഭവത്തിൻ്റെ കാലമായിരുന്നു. പിന്നീട് കുറേ കാലത്തേക്ക് ഈ ഒരു സംരക്ഷണം ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതിനുശേഷവും സഭാചരിത്രത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഈ അനുഭവങ്ങളൊക്കെ സഭയുടെ ജീവിതത്തിൽ
സ്വാഭാവികമാണ്. അത് സഭാശരീരത്തിലേറ്റ ആ മുറിവുകളൊക്കെ രക്ഷണീയമായ മുറിവുകളായി രൂപാന്തരപ്പെടുകയും ചെയ്തു. നാം സഭയുടെ ശക്തി മനസ്സിലാക്കണം. അതാണ് ഈ സഭയുടെ അംഗങ്ങളായിരിക്കുക എന്നതിൽ നമുക്കെത്രമാത്രം അഭിമാനമുണ്ട് എന്നുള്ളത് നാം പരിശോധിക്കണം. സഭയിലായിരിക്കുന്നതിൻ്റെ സൗഭാഗ്യം, സഭാശരീരം ഈ ലോകത്തിൽ ഇന്ന് നാം എണ്ണിത്തിട്ടപ്പെടുത്തുന്ന 130 കോടി ജനത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല. മഹുദ്ധീകരിക്കപ്പെട്ട സഭാസമൂഹമുണ്ട്, പുണ്യവാന്മാരുടെ കൂട്ടായ്മ. അതുപോലെ തന്നെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾ, സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ന് ഈ ലോകത്തിൽ ആയിരിക്കുന്ന സഭാസമൂഹം. സഭയുടെ സമ്പന്നത നാം തിരിച്ചറിയുമ്പോൾ സഭാശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ആ അഭിമാനം നമ്മൾ നിറയും. അഭിമാനത്തോടെ സഭയിൽ നാം അംഗങ്ങളാകുക, സഭാ ശുശ്രൂഷകളിൽ പങ്കാളികളാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ വിജയസഭ നമുക്ക് നൽകുന്ന പിൻബലം അത് പുണ്യവാന്മാരുടെ കൂട്ടായ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു പിൻബലമാണ്. അവർ നമുക്ക് നൽകുന്ന മാതൃക, അവരുടെ മധ്യസ്ഥത, നമ്മുടെ പ്രവർത്തനങ്ങളിൽ അവരിലൂടെ നമുക്ക് ലഭിക്കുന്ന പിൻബലം, അത് തിരിച്ചറിഞ്ഞ് നാം ഉപയോഗിക്കുവാൻ തയ്യാറാവണം. അതുപോലെ തന്നെ സഭയുടെ ശുശ്രൂഷകൾ ഈ ലോകത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, സ്ഥാപനങ്ങളിലൂടെയോ നമ്മുടെ ആരാധനാ സമൂഹങ്ങളിലൂടെയോ വിവിധ കർമ്മവേദികളിലൂടെയോ ശുശ്രൂഷാവേദികളിലൂടെയോ നാം നിറവേറ്റപ്പെടുന്ന ആ ശുശ്രൂഷകൾക്കപ്പുറത്ത് ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെ സ്വർഗീയ കൂട്ടായ്മയിലേക്ക് എത്തിക്കുന്നതിനുള്ള നമ്മളുടെ ദൗത്യം, നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കുർബാന അർപ്പണങ്ങളും നമ്മുടെ പുണ്യജീവിതവും തപസ്സനുഷ്ഠാനങ്ങളും എല്ലാം ഇവരുടെ ഉപരി വിശുദ്ധീകരണത്തിന് സഹായകമായിത്തീരും. അതുപോലെ തന്നെ സഭയുടെ ശക്തി, സഭയുടെ സമ്പന്നത ഈ സ്ഥാപനങ്ങളുടെ സമ്പന്നതയോ വിവിധ സംവിധാനങ്ങളുടെ സമ്പന്നതയോ എന്നതിലുപരിയായി ലോകം മുഴുവനും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ ശക്തി, യോഗ്യത, പുണ്യജീവിതം നയിക്കുന്നവരുടെ ആ പുണ്യജീവിതത്തിൻ്റെ പിൻബലം, ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപ, ഇങ്ങനെ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന സഭാസമൂഹത്തിലൂടെ നാം അറിയാതെ നമ്മിലേക്ക് ഒഴുകിയെത്തുന്ന നന്മകളുടെ പ്രവാഹം, അത് നാം ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സഭാംഗങ്ങളായിരിക്കുന്നതിൽ നാം അഭിമാനം കൊള്ളുകയും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി നാം പങ്കാളികളാവുകയും ചെയ്യണം. ഈ ഒരു കൂട്ടായ്മയുടെ ശക്തി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നാം ശക്തരായിത്തീരുന്നത്. സഭയിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ നാം ബലഹീനരായിത്തീരും.
വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ശുശ്രൂഷകൾ രൂപപ്പെടുത്തിയെടുത്തത് സഭയോട് ചേർന്നാണ്. ഫ്രാൻസിസ് അസീസിക്ക് ലഭിച്ച സ്വർഗീയമായ കൃപകളെ, നിയോഗത്തെ ഒറ്റപ്പെട്ട ഒരു ദൗത്യമായിട്ടല്ല ഫ്രാൻസിസ് അസീസി ഏറ്റെടുത്തത്. തന്നോട് ചേർന്ന് നിൽക്കുന്ന സഹോദരന്മാരെയും കൂട്ടിക്കൊണ്ട് അസീസിയിൽ നിന്ന് റോമിലേക്ക് നടത്തിയ യാത്ര, ആ യാത്ര എന്തിനു വേണ്ടിയായിരുന്നു? സഭയോട് ചേർന്ന് നിൽക്കാനും സഭാ തലവൻ്റെ ആശീർവാദം സ്വീകരിക്കാനും വേണ്ടിയായിരുന്നു. അന്നത്തെ കാഴ്ചപ്പാടിൽ അവരുടെ ലളിത ജീവിതവും അവരുടെ സമീപനങ്ങളും അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. അവസാനം ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പായുടെ സന്നദ്ധിയിലെത്തി ഫ്രാൻസിസ് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമാണ്: സുവിശേഷം ജീവിക്കുന്നതിന് അങ്ങയുടെ ഒരു ആശീർവാദം. അവിടുത്തെ കരം നീട്ടി ഈ നെറ്റിത്തടത്തിൽ കുരിശടയാളമിട്ട് ആശീർവാദം നൽകി. സുവിശേഷം ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ ആശീർവാദത്തിൽ, പിൻബലത്തിലുള്ള ശുശ്രൂഷകളാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിസ്കൻ ചൈതന്യം ഇത്രമാത്രം ഫലദായകമായി തീർന്നതും ഈ നൂറ്റാണ്ടുകളിൽ സഭയെ തൊട്ടുണർത്താനും ചൈതന്യവത്താക്കാനും ഫ്രാൻസിസ്കൻ ചൈതന്യത്തിന് കഴിഞ്ഞതും. ഇത് മുഖ്യമായി ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ നല്ല ശമറായക്കാരൻ്റെ ഉപമ നാം വായിക്കുന്നുണ്ട്. ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്ര ചെയ്യുന്നതിനെ സംബന്ധിച്ച്, സ്വർഗത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ആത്മാക്കളുടെ ഒരാവിഷ്കരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ആക്രമിക്കപ്പെടുന്നു കവർച്ചക്കാർ, പിശാചുക്കളാണ്. അവിടെ പുരോഹിതനും ലേവായനും അവിടെ നിലനിൽക്കുന്ന പൗരോഹിത്യത്തിൻ്റെയും നിയമത്തിൻ്റെയും അപൂർണത വെളിപ്പെടുത്തുന്നവരാണ്. അർത്ഥപ്രാണനാക്കുക എന്നാൽ മരണാസന്നനായി, പക്ഷെ മരിച്ചില്ല. അവിടെ ശമറായനായി വരുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ആർദ്രമായ സ്നേഹവും കരുണയും പ്രകടമാക്കി. എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ചുകെട്ടി അവനെ സത്രത്തിലെത്തിച്ചു. ആ സത്രം സഭയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വം നൽകുന്ന ഈ ലോകത്തിലെ സുരക്ഷിതമായ സങ്കേതമാണ് സഭ എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, സഭയ്ക്ക് മാനുഷികമായ ഒരു തലമുണ്ട്. മനുഷ്യരിലൂടെയാണ് സഭ ഇന്ന് മുന്നോട്ട് നയിക്കപ്പെടുന്നത്. അവരിലൂടെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. മാനുഷികമായ ബലഹീനതകൾ എന്നും സഭയെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ സഭയെ നാം വെറുക്കുകയല്ല, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയെ ശക്തിപ്പെടുത്തുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയെ ബലപ്പെടുത്താനുള്ള ആ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. സഭയ്ക്കാണ് വചനം നൽകപ്പെട്ടത്. സഭയിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് പ്രവഹിക്കുന്നത്. സഭയിലൂടെയാണ് കൂദാശകളുടെ കൃപ നാം ഓരോരുത്തരും പ്രാപിക്കുന്നത്.
ഈ സഭയിലൂടെയാണ് പുണ്യവാന്മാരുടെ കൂട്ടായ്മയിൽ നാം എത്തിച്ചേരുന്നത്. ഈ സഭ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കാവശ്യമാകുന്നത് എല്ലാം നൽകി വഴി നടത്തുന്ന ആ ഒരു അമ്മ കൂടിയാണ് എന്ന്. ഈ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് സഭാ ശുശ്രൂഷകളിൽ പങ്കാളികളാവാം. നമ്മളുടെ ബലിയർപ്പണം സജീവമാക്കാനും നമ്മുടെ ബലിജീവിതം കുറേ കൂടി തീവ്രമാക്കാനും നോമ്പനുഷ്ഠാനങ്ങളിലൂടെയും നമ്മളുടെ യാമപ്രാർത്ഥനകളിലൂടെയും ഈ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പോരാട്ടത്തിൽ പങ്കാളികളാവാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. രക്ഷകനായ യേശുവേ, അവിടുത്തെ ജീവിക്കുന്ന സാന്നിധ്യമായി സഭാശരീരത്തെ തിരിച്ചറിയാനും സ്വീകരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. എന്നും സഭയ്ക്ക് പുറമേ നിന്നും സഭയ്ക്കുള്ളിൽ നിന്നും പലതരത്തിലുള്ള ആക്രമണങ്ങളുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങളറിയുന്നു. അബദ്ധ പഠനങ്ങളിലൂടെ, പാഷണ്ഡതകളിലൂടെ സഭ കടന്നുപോയിട്ടുണ്ട്. മതപീഡനങ്ങളുടെ അനുഭവങ്ങളിലൂടെ സഭ കടന്നുപോയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും സഭയുടെ ഉള്ളിൽ നിന്നും സഭയുടെ പുറത്തു നിന്നും ഉണ്ടാകുന്ന പലതരത്തിലുള്ള വേദനയുടെ അനുഭവങ്ങളെ, കുരിശനുഭവങ്ങളെ, പീഡാനുഭവങ്ങളെ അതിജീവിക്കുന്നതിന് ആവശ്യമാകുന്ന ശക്തി നൽകണമേ. ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ചുകൊണ്ട് ഈ സഭയെ ബലപ്പെടുത്താനും ഉപരിവിശുദ്ധീകരിക്കാനും ദൈവരാജ്യമായി ഈ സഭയെ രൂപാന്തരപ്പെടുത്താനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ.